നമസ്കാരം. ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. എല്ലാവർക്കും നല്ലൊരു കേരള പിറവി ദിനം ആശംസിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളം പല കാര്യങ്ങളിലും ലോകത്തിന് തന്നെ മാതൃകയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ കാര്യങ്ങളിൽ വികസിത രാജ്യങ്ങളിലെ സൗകര്യം നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളത്തെ അറിയപ്പെടുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് തുടങ്ങിയ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളാണ് കേരളത്തിനുള്ളത്. മലകളും കാടുകളും പുഴകളും എല്ലാമുള്ള പ്രകൃതി രമണീയമായ സ്ഥലം. ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്രത്തോളം പ്രകൃതി വൈവിധ്യമുള്ള സംസ്ഥാനങ്ങളുണ്ടോ എന്നുള്ളത് സംശയമാണ്. കിഴക്ക് സഹ്യപർവ്വതവും പടിഞ്ഞാറ് അറബിക്കടലുമായിട്ടുള്ള കേരളത്തിൻ്റെ സംസ്കാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് വളരെയധികം മാറ്റമുണ്ടെന്നാണ് തോന്നുന്നത്. പുരാതന കാലം മുതൽ തന്നെ ഒരുപാട് ആളുകളെ ആകർഷിച്ച സ്ഥലമാണ് കേരളം. കേരളത്തിലേക്കാണ് വിദേശികളെല്ലാം ആദ്യം എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. മതസഹിഷ്ണുതയുടെ പര്യായമായ കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി എല്ലാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം നമുക്ക് സംസാരിക്കാം. ഓരോ മലയാളിക്കും ഈ സുന്ദരമായ നാട്ടിൽ പിറന്നതിൽ പുളകം കൊള്ളാനും സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ ഈ നാട് ഇപ്പോൾ ലോകത്തിൻ്റെയും നാടായി മാറുകയാണോ എന്ന് സംശയമുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുതലാണെങ്കിലും അസുഖങ്ങളുടെ എണ്ണവും അതേപോലെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു പക്ഷേ പ്രകൃതി വിരുദ്ധമായ ഒരു ജീവിതശൈലി നമ്മൾ പിന്തുടരുന്നതാണോ ഇതിന് കാരണമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ അവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും എത്രയും പെട്ടെന്ന് നമുക്ക് മുക്തരാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം നമ്മുടെ സ്വതന്ത്രമായ ജീവിതശൈലിയിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു കേരള പിറവി ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.